ജെഫോടെക്കിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ ഏറ്റവും സെറ്റ് കാര്യങ്ങൾ, നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ വരുന്നുള്ള കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് ഏത് സാധാരണക്കാരനും മനസ്സിലാവുന്ന രീതിയിൽ കറക്റ്റായിട്ട് പറയുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതും കൂടെ നമ്മൾ ഈ ചാനൽ തുടങ്ങുന്ന ആൾക്കാരുടെ മനസ്സിൽ വേണം. കാരണം നമ്മൾ ഒരുപാട് യൂട്യൂബിൻ്റെ വർക്കും കാര്യങ്ങളും ഇങ്ങനെ ഓരോ ദിവസം ചെയ്യുന്നുണ്ട്. ഒരുപാട് പേരുടെ സ്വഭാവവും കാര്യങ്ങളും എല്ലാം മാനസികാവസ്ഥ, ചാനൽ തുടങ്ങുന്ന സമയത്ത് മാനസികാവസ്ഥയും കാര്യങ്ങളെല്ലാം നമ്മൾ അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഈ ഒരു കാര്യം പറയാമെന്ന് വിചാരിച്ചത്. ഓക്കെ, ഞാനിപ്പം തന്നെ വീഡിയോ ഇട്ടിട്ട് ഒരുപാട് കാലമായി കേട്ടോ. നമ്മുടെ ടെക്കിനകത്ത് വീഡിയോസ് ഇട്ട് കുറച്ച് കാലമായി. അപ്പോൾ പറയാൻ വന്നത് വേറൊന്നുമല്ല, ചില ആൾക്കാർ ചാനൽ തുടങ്ങുന്ന സമയത്ത് നമുക്കൊരു ചിന്താഗതിയുണ്ട് അല്ലേ. നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം ആയിക്കോട്ടെ, നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. പക്ഷേ മനസ്സിലിരിപ്പ് എന്ന് പറയുന്നത് ഞാൻ ഭയങ്കര സുന്ദരിയാണ്, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര സുന്ദരനാണ്, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം, ഞാൻ ഒരുപാട് ക്യാഷുള്ള ആളാണ്, എനിക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല, ഞാൻ എന്ത് തുടങ്ങിക്കഴിഞ്ഞാലും വിജയിക്കും, ഞാൻ എന്ത് തുടങ്ങിക്കഴിഞ്ഞാലും തുടക്കത്തിൽ തന്നെ വിജയിക്കും എന്നല്ല, തുടക്കത്തിൽ തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കയറി വരും. കാരണം ഞാൻ നല്ല സുന്ദരിയാണ്, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര സുന്ദരനാണ്, എന്നെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ആൾക്കാർ കടന്ന് കയറും, അപ്പോൾ എനിക്ക് നല്ല വ്യൂസ് വരും എന്നൊക്കെ ഒരു ചിന്താഗതി കൂടുതൽ ആൾക്കാർക്കുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചിന്താഗതി വെച്ചുകൊണ്ട് ഒരു കാരണവശാലും ചാനൽ തുടങ്ങാൻ പോകരുത്. കാരണം നിങ്ങളുടെ സ്റ്റൈലോ നിങ്ങളുടെ പണമോ നിങ്ങളുടെ സാഹചര്യമോ നോക്കിയിട്ടല്ല യൂട്യൂബ് മുന്നോട്ട് നിങ്ങളെ കൊണ്ടുപോകുന്നത്. യൂട്യൂബ് നമ്മളെ നയിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടും, നമ്മുടെ കണ്ടന്റ് ക്വാളിറ്റി, നമ്മുടെ വീഡിയോക്ക് എത്ര പേര് ക്ലിക്ക് ചെയ്യുന്നുണ്ട്, നമ്മുടെ വീഡിയോയിൽ എത്ര പേര് എത്ര സമയം നിൽക്കുന്നുണ്ട്, വാച്ച് ചെയ്യുന്നുണ്ട്, ഇതിനൊക്കെ അനുസരിച്ചാണ് നമ്മുടെ യൂട്യൂബ് വീഡിയോ വൈറലാവുന്നതും കയറിപ്പോകുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ ഒരു കാര്യം സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ ഒരുപാട് പേരിൽ നിന്ന് ഈ ഒരു സംഭവം അനുഭവിച്ചിട്ടുള്ളതാണ്. കാരണം നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ പറയും, ഒരു 3-4 ദിവസം വീഡിയോ ഇട്ടതിന് ശേഷം അവർ പറയും, എൻ്റെ വീഡിയോ ഒന്നും കയറുന്നില്ലല്ലോ, നമ്മുടെ സെറ്റിങ്സിന് എന്തെങ്കിലും വിഷയമാണോ കാര്യങ്ങളാണോ ഒന്നും മനസ്സിലാകുന്നില്ല, കയറുന്നില്ല, നിങ്ങൾ ചെയ്തതിൻ്റെ പ്രശ്നമാണോ എന്ന് ചോദിക്കുന്ന കുറേ പേരുണ്ട്. പക്ഷേ അത് മാത്രമല്ല പ്രശ്നം, സെറ്റിങ്സ് വിഷയം കാര്യങ്ങളൊന്നും അല്ല. നിങ്ങൾ ഒരു സെറ്റിങ്സും ചെയ്തു വെക്കാത്ത ചാനലാണ് തന്നെ മുന്നോട്ട് പോകും അല്ലേ. നല്ല രീതിയിൽ മോണിറ്റൈസേഷൻ ആ ചാനലുകളൊക്കെ ഉണ്ട്. ഒരു സെറ്റിങ്സും ചെയ്തു വെക്കാണ്ട് തന്നെ ചാനൽ മോണിറ്റൈസേഷൻ ആണ്. അത് ഞാനിത് ഈ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഇത് പറഞ്ഞു വെച്ചതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. അപ്പോൾ ഗൈസ്, എന്താണ് നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ചെയ്യേണ്ടത്? ഇപ്പോൾ നമ്മൾ ചോദിക്കും ഏതാണ് നമുക്ക് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ബെസ്റ്റ് ടൈം. അങ്ങനെ ഒരു ടൈമില്ല. നിങ്ങൾക്ക് എത്രയോ പെട്ടെന്ന് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ അതാണ് നിങ്ങളുടെ ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇപ്പം ചാനൽ സ്റ്റാർട്ട് ചെയ്യാനാവോ അതാണ് നിങ്ങളുടെ ബെസ്റ്റ് ടൈം. അപ്പോൾ ചാനൽ സ്റ്റാർട്ട് ചെയ്ത ആൾക്കാർക്ക് മാത്രമല്ല ഈ ഒരു വീഡിയോ, നിങ്ങളുടെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാകാത്ത ആൾക്കാർക്ക് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മൾ ചാനൽ ഫസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യം വേണ്ടത് ഒരു മെയിൽ ഐ ഡി ആണ് അല്ലേ. നമ്മളൊരു മെയിൽ ഐ ഡി ക്രിയേറ്റ് ആക്കണം. നമ്മുടെ ചാനൽ ഒരു മെയിൽ ഐ ഡി ആണ് ഫസ്റ്റ് വേണ്ടത്. അത് പരമാവധി നമ്മുടെ പേഴ്സണൽ മെയിൽ ഐ ഡി അല്ലാതെ പുതിയൊരു മെയിൽ ഐ ഡി ക്രിയേറ്റ് ആക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, പേഴ്സണൽ മെയിൽ ഐ ഡി അല്ലാതെ പുതിയൊരു മെയിൽ. കാരണം നമ്മൾ ഗൂഗിൾ പേയും ബാങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ ലിങ്ക് ചെയ്ത മെയിൽ ഐ ഡി ആണെങ്കിൽ അത് നമുക്ക് ചിലപ്പോൾ മുന്നോട്ട് വരുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. എന്തെങ്കിലും വയലേഷൻ വന്ന് ചാനലിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതൽ ഗൂഗിൾ അക്കൗണ്ടും കൂടെയാണ് പോവുക, മെയിൽ ഐ ഡി ആണ് പോവുക. അപ്പോൾ നമുക്ക് ഈ ബാങ്കും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തേക്കുന്ന മെയിൽ ഐ ഡി ആണെങ്കിൽ അതിനൊപ്പം പോകും. അതിന് ഒരുപാട് റിസ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം പേഴ്സണലായിട്ടുള്ള ഒരു സെക്കൻഡ് മെയിൽ ഐ ഡി ക്രിയേറ്റ് ആക്കിയിട്ട് ചാനൽ ക്രിയേറ്റ് ആക്കുന്നതിന് ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം, മെയിൽ ഐ ഡി ക്രിയേറ്റ് ആക്കി കഴിഞ്ഞാൽ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചാനൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ചാനൽ സെറ്റിങ്സ് അന്നേരം തന്നെ ചെയ്തു വെക്കുക എന്നുള്ളതാണ്. ചാനലുമായി ബന്ധപ്പെട്ട സെറ്റിങ്സുകളൊക്കെ ചാനൽ ക്രിയേറ്റ് ആക്കുന്ന സമയത്ത് തന്നെ ചെയ്തു വെച്ചേക്കുക. പിന്നെ രണ്ടാമത് ചാനൽ സെറ്റിങ്സ് ക്രിയേറ്റ് ആക്കുന്ന സമയത്ത് കാറ്റഗറി കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ. അതൊക്കെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എന്ത് ചെയ്യും, വ്യൂസിനെ അത് വ്യൂസ് ഉള്ള ചാനലാണെങ്കിൽ ചിലപ്പോൾ ഒന്നും കൂടെ സ്റ്റെക്ക് ആക്കാനുള്ള ചാൻസ് ഉണ്ടാവും. കാറ്റഗറി എനിക്ക് സെറ്റിങ്സ് ചെയ്യാൻ വരുന്ന ആൾക്കാരുടെ ഓൾറെഡി ഉള്ള കാറ്റഗറി ഒരിക്കലും ഞാൻ മാറ്റാൻ നിൽക്കില്ല, നമ്മൾ എത്ര വ്യൂസ് ഇല്ലാത്ത ചാനലാണെങ്കിലും. കാരണം മാറ്റിക്കഴിഞ്ഞാൽ ഉള്ളതും കൂടെ കൊളാവും നമുക്കറിയാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണോ നമ്മൾ മുന്നോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കണ്ടന്റ് അതിൻ്റെ കാറ്റഗറി നമ്മൾ ഓൾറെഡി സെറ്റിങ്സുകളൊക്കെ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മനസ്സിൽ വേണം നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. നമ്മുടെ ചാനൽ നമ്മളിപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് 1990-ലോ 2000 കാലഘട്ടത്തിലോ അല്ല, 2026 കാലഘട്ടത്തിലാണ്. ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും തന്നെ ഒരു 90% ആൾക്കാരും നല്ല രീതിയിലുള്ള വീഡിയോ ക്വാളിറ്റിയും ഓഡിയോ ക്വാളിറ്റിയുമുള്ള ക്യാമറ അല്ലെങ്കിൽ ഫോൺ യൂസ് ചെയ്താണ് കൂടുതലും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പരമാവധി നമുക്ക് എല്ലാവർക്കും സാധാരണക്കാർക്ക് വലിയ രീതിയിലും ചിലപ്പോൾ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന ബെസ്റ്റ് ഓഡിയോ ക്വാളിറ്റി വീഡിയോ ക്വാളിറ്റി നമ്മൾ കൊടുക്കാൻ നമ്മൾ ശ്രമിക്കണം, നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത്. ഒന്നാമത്തെ കാര്യം. അപ്പോൾ ചാനൽ തുടങ്ങുന്നതിന് മുന്നേ ഇത് ചെയ്ത് നോക്കണം. നമ്മൾ വിചാരിക്കും ഞാൻ തുടക്കത്തിൽ കുറച്ച് കാലം ഇങ്ങനെയൊക്കെ പോട്ടെ, കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ബെറ്റർ ആക്കാമെന്ന് ചോദിക്കും. അങ്ങനെയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ തുടക്കത്തിൽ എങ്ങനെ സ്റ്റാർട്ടിങ് എങ്ങനെയാണോ അതിനനുസരിച്ചാണ് നിങ്ങളുടെ ചാനൽ കയറി പോകുന്നത്.
അപ്പോൾ പരമാവധി വീഡിയോ ക്വാളിറ്റി ഓഡിയോ ക്വാളിറ്റി കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു നിശ്ചയമാണ്, നിങ്ങളുടെ ചാനൽ ക്രിയേറ്റ് ചെയ്തൊരു വീഡിയോ ഇടുന്നതിന് മുന്നേ നിങ്ങൾക്ക് നിശ്ചയം വേണം നിങ്ങൾ എന്ത് കണ്ടന്റ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ വീഡിയോ എന്ത് കണ്ടന്റ് ആണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നല്ലൊരു നിശ്ചയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ചാനൽ കൊണ്ട് മുന്നോട്ട് പോയിട്ട് കാര്യമുള്ളൂ. ഓക്കെ, അപ്പോൾ നല്ലൊരു നിശ്ചയം വേണം. എന്ത് ചാനലാണ്, എന്ത് വീഡിയോസാണ് നിങ്ങൾ മുന്നോട്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ദിവസം കുക്കിംഗ് വീഡിയോ ഇട്ട്, പിറ്റേ ദിവസം പോയിട്ട് ട്രാവൽ വ്ളോഗ് ഇട്ട്, പിറ്റേ ദിവസം പോയിട്ട് ഡാൻസിൻ്റെ വീഡിയോ ഇട്ട്, അങ്ങനെ ചെയ്ത് കളിച്ച് നമ്മുടെ ചാനൽ കയറത്തില്ല. കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വരുന്ന ആൾക്കാർ ഏതെങ്കിലും ഒരു കാറ്റഗറി ഇഷ്ടപ്പെട്ടായിരിക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുന്ന അല്ലെങ്കിൽ വീഡിയോ കാണുന്ന സ്ഥിരമായിട്ടുള്ള ആൾക്കാർ, അപ്പോൾ അങ്ങനെ വരുന്ന ആൾക്കാരിലേക്ക് വേറൊരു ടൈപ്പ് വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീഡിയോ നമ്മുടെ ചാനൽ പച്ച പിടിക്കത്തില്ല, അതിങ്ങനെ സ്റ്റക്കായി കിടക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു കാറ്റഗറി സെലക്ട് ചെയ്ത് വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടി. അതിനുശേഷം ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുക. കൂടുതൽ ആൾക്കാരുടെ സംശയമാണ്, നമ്മൾ ഷോർട്ട് വീഡിയോ ആണോ ലോങ് വീഡിയോ ആണോ ഫസ്റ്റ് അപ്ലോഡ് ആക്കേണ്ടത്. കുറേ ആൾക്കാരുടെ സംശയമാണ്, നമ്മുടെ ചാനലിനകത്ത് ഒരു സബ്സ്ക്രൈബേഴ്സ് പോലും ഇല്ലല്ലോ, എന്നാൽ പിന്നെ കുറേ ഷോർട്ട് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്ത് തുടങ്ങാം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ മോണിറ്റൈസേഷൻ ആക്കാൻ ആഗ്രഹിക്കുന്നത് ഷോർട്ട് വീഡിയോ വെച്ചിട്ടാണോ അതോ ലോങ് വീഡിയോ വെച്ചിട്ടാണോ? രണ്ട് രീതിയിലാണ് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആക്കാനാകുന്നത്. ഒന്ന്, ഷോർട്ട് വീഡിയോ വെച്ചിട്ടാകുമ്പോൾ 90 ദിവസത്തിൽ, അതായത് 3 മാസത്തിൽ നമുക്ക് 1 കോടി എൻഗേജ്ഡ് വ്യൂസ് ആണ് വേണ്ടത്. 1 കോടി എൻഗേജ്ഡ് വ്യൂസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കിട്ടുന്ന വ്യൂസ് മൊത്തം എൻഗേജ്ഡ് അല്ല. അതായത് നമ്മുടെ വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് 3 സെക്കൻഡിന്റെ മുകളിൽ നമ്മുടെ വീഡിയോയിൽ നിൽക്കുന്ന ആ ഒരു വ്യൂസിനെയാണ് നമ്മൾ എൻഗേജ്ഡ് വ്യൂസ് എന്ന് പറയുന്നത്. അതാണ് സ്കിപ്പ് ചെയ്ത് പെട്ടെന്ന് പോകുന്നത്. ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ആ വ്യൂസ് കൗണ്ട് ചെയ്യും, പക്ഷെ അത് എൻഗേജ്ഡ് വ്യൂസ് അല്ല. അപ്പോൾ ഒരു ഏകദേശം എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ ഒരു ഒന്നര അല്ല, ഒരു 2.25 കോടി 2.5 കോടി വ്യൂസ് കിട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് ഏകദേശം അതിൻ്റെ അകത്ത് ഒരു കോടി എൻഗേജ്ഡ് വ്യൂസ് കിട്ടുന്നത്, ഏകദേശം ഒരു ഷോർട്ട് വീഡിയോയുടെ ചാനലുകൾക്ക്. അപ്പോൾ അത് കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ്. എൻ്റർടൈൻമെൻറ്റ് ചാനലുകൾക്കും അങ്ങനെയുള്ള ചാനലുകൾക്കും കോമഡി വീഡിയോ ചെയ്യുന്ന ചാനലുകൾക്കൊക്കെയാണ് നമുക്ക് ആ ഒരു ഡാൻസ് ടൈപ്പ് അങ്ങനെയുള്ള ചാനലുകൾക്കൊക്കെയാണ് നമുക്ക് ഷോർട്ട് വെച്ചിട്ട് മോണിറ്റൈസേഷൻ ആക്കൽ കുറച്ച് സാധ്യത ഉള്ളത്. പിന്നെ വരുന്നത് നമുക്ക് വാച്ച് അവറാണ്. നമുക്കറിയാം 4000 മണിക്കൂർ നമുക്ക് കംപ്ലീറ്റ് ആക്കണം. ഇതിന് രണ്ടിനും ഇടയിലുള്ള സംഭവം സബ്സ്ക്രൈബേഴ്സ് ആണ്. അത് നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ആണ് നമുക്ക് ഫുൾ മോണിറ്റൈസേഷൻ വേണ്ടത്. ഹാഫ് മോണിറ്റൈസേഷൻ 500 സബ്സ്ക്രൈബേഴ്സ്, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. നമുക്ക് ഫുൾ മോണിറ്റൈസേഷനാണ് നമുക്ക് വേണ്ടത്. അപ്പം 1000 സബ്സ്ക്രൈബേഴ്സ് വേണം. അപ്പോൾ 4000 മണിക്കൂർ കംപ്ലീറ്റ് ആക്കണം. അപ്പം ചിലരുടെ ചിന്തയാണ്, നമുക്ക് കുറേ ഷോർട്ട് ഇട്ടാൽ പോരെ, അപ്പോൾ അതിൻ്റെ മണിക്കൂർ കിട്ടൂലേ? എന്നാൽ നിങ്ങളുടെ ചിന്ത തെറ്റിപ്പോയി മക്കളെ. ഷോർട്ട് വീഡിയോസിൻ്റെ മണിക്കൂർ നമുക്ക് ഈ മോണിറ്റൈസേഷന് കൂട്ടുന്നതല്ല. കുറേ ആൾക്കാരുടെ സംശയമാണ്, ഇപ്പോഴും കുറേ ആൾക്കാരുടെ സംശയമാണ്. നമുക്ക് മണിക്കൂർ കൂട്ടുന്നത് ലോങ് വീഡിയോൻ്റെയും നമ്മൾ ലൈവ് ചെയ്യുന്ന ഒരു ശതമാനത്തിൻ്റെയും മണിക്കൂറാണ് നമുക്ക് മോണിറ്റൈസേഷന് വാച്ച് അവറായിട്ട് കൂട്ടത്തുള്ളൂ. ഷോർട്ട് വീഡിയോൻ്റെ മണിക്കൂർ നമുക്ക് ഇത് വാച്ച് അവറായിട്ട് കൂട്ടത്തില്ല. അപ്പോൾ നിങ്ങൾ ഷോർട്ട് വീഡിയോ കുറേ ഇട്ടിട്ട് അതിനെ മണിക്കൂർ കൂട്ടാം. ഈ ഫ്രണ്ട് പേജിൽ, അത് നിങ്ങളുടെ തെറ്റിദ്ധാരണ ഉണ്ട്. യൂട്യൂബ് സ്റ്റുഡിയോ കയറി കഴിഞ്ഞാൽ ഫ്രണ്ട് പേജിൽ ആ ഡാഷ്ബോർഡിൽ തന്നെ കാണിക്കുന്ന വാച്ച് ടൈമാണ് നിങ്ങൾ കണക്ക് കൂട്ടുന്നത്. അവിടെയല്ല നമുക്ക് നോക്കേണ്ടത്. അത് ലോങ് വീഡിയോൻ്റെ ഷോർട്ടിൻ്റെ എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്നത് ലാസ്റ്റ് 28 ഡേയ്സിലെ മണിക്കൂറാണ്. അതായത് അവസാനത്തെ ഒരു മാസത്തെ മണിക്കൂറാണ് അവിടെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് നോക്കുകയേ വേണ്ട. നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ ഏറ്റവും അടിയിൽ കയറി കഴിഞ്ഞാൽ ഏൺ എന്ന് പറഞ്ഞ പേജുണ്ട്. ആ ഏൺ എന്ന പേജിലെ മണിക്കൂറാണ് നമുക്ക് മോണിറ്റൈസേഷന് വേണ്ടി കൂട്ടുന്നത്. ഓക്കെ, പബ്ലിക് വാച്ച് അവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് തുടങ്ങി. അപ്പോൾ നമ്മൾ മോണിറ്റൈസേഷന് വേണ്ടി നമ്മൾ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആക്കി എന്ന് കൂട്ടിക്കോ. നമ്മൾ 4000 മണിക്കൂർ കംപ്ലീറ്റ് ആക്കി, അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോസ് കംപ്ലീറ്റ് ആക്കി. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുക എന്നുള്ള ഒരു ക്രൈറ്റീരിയ ആണ്. അങ്ങനെ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചാടിക്കറി മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്ത് എന്ത് സംഭവിക്കും? നമ്മുടെ ചാനലിനകത്ത് ഒരുപാട് വയലേഷൻസ് ഉണ്ടാവും. നമ്മൾ ചിന്തിക്കില്ല, നമ്മൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ചാടിക്കറി അപ്ലൈ ചെയ്യും കൂടുതലുണ്ട്. റീയൂസർ കണ്ടന്റ്, റിപ്പറ്റേറ്റീവ് കണ്ടന്റ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വന്നിട്ട് എന്ത് ചെയ്യും? നമ്മുടെ മോണിറ്റൈസേഷൻ റിജക്റ്റ് ആയി പോകും. അപ്പോൾ ചെയ്യേണ്ട കാര്യം, മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുന്ന ചാനൽ ഫുള്ള് ചെക്ക് ചെയ്ത് അതിൻ്റെ അകത്ത് റീയൂസർ, റിപ്പറ്റേറ്റീവ്, ഇന്നോതൻറ്റിക് കണ്ടന്റുകളുണ്ടോ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ചെക്ക് ചെയ്ത് ക്ലിയർ ആക്കിയിട്ട് വേണം മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി. അതിനൊരു ആഡ്സൻസ് ക്രിയേറ്റ് ആക്കണം. ആഡ്സൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മുടെ കിട്ടുന്ന നമ്മുടെ കയ്യിലെ പൈസ മൊത്തം നമ്മൾ ഇവിടെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലാണ് സൂക്ഷിക്കുന്നത്, അല്ലേ? നമ്മുടെ കൂടുതൽ പൈസ ഉണ്ടെങ്കിൽ നമ്മൾ ബാങ്കിൽ സൂക്ഷിക്കും, അല്ലെങ്കിൽ നമ്മളൊരു പേഴ്സ് എടുത്തിട്ട് പേഴ്സിൽ പോക്കറ്റിലിടും. അതാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ പൈസ സൂക്ഷിക്കുന്നത്. പക്ഷേ യൂട്യൂബിൽ നമുക്ക് കിട്ടുന്ന റവന്യൂ സൂക്ഷിക്കാൻ വേണ്ടി ഉള്ള ഒരു സംഭവമാണ് ആഡ്സൻസ് എന്ന് പറയുന്നത്, ആഡ്സൻസ് അക്കൗണ്ട് ചുരുക്കി പറഞ്ഞാൽ. അപ്പോൾ യൂട്യൂബിൽ നമുക്ക് വരുന്ന ഏത് രീതി, സൂപ്പർ ചാറ്റ് ആയിക്കോട്ടെ, മെമ്പർഷിപ്പ് ആയിക്കോട്ടെ, നമ്മുടെ പരസ്യത്തിൽ നിന്ന് കിട്ടുന്ന റവന്യൂ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ടാഗ് ചെയ്ത് കിട്ടുന്ന റവന്യൂ ആയിക്കോട്ടെ, ഏത് റവന്യൂ ആയാലും അത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സംഭവമാണ് നമ്മുടെ ആഡ്സൻസ്. അപ്പോൾ അങ്ങനെ നമ്മൾ ആദ്യം മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പാൻ കാർഡ് ഡീറ്റെയിൽസും ആധാർ കാർഡിലെ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഇത് ഒരു ആഡ്സൻസ് ക്രിയേറ്റ് ചെയ്യണം. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നീണ്ടു പോകും. ഓക്കെ, അപ്പോൾ ആഡ്സൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ആക്കി മോണിറ്റൈസേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ചാനലൊക്കെ ചെക്ക് ചെയ്തു, വേറെ കുഴപ്പമൊന്നുമില്ല, മോണിറ്റൈസേഷൻ കിട്ടി. പിന്നെ ചെയ്യേണ്ടത് നമ്മുടെ സൂപ്പർ ചാറ്റ്, മെമ്പർഷിപ്പ്, വാച്ച് പേജ് ആഡ്സ്, ഷോർട്ട് ഫീഡ് ആഡ്സ്, അതായത് പരസ്യൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൺ ആക്കി ഇടുന്നു, മോണിറ്റൈസേഷൻ ആവുന്നു. അപ്പോൾ അങ്ങനെ പോകുന്നു. അപ്പോൾ അതിനുശേഷം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക്
$10 നമ്മളെ എസ്റ്റിമേറ്റ് റവന്യൂ എന്ന ഫ്രണ്ട് പേജ് ഒരു പേജ് വരും. നമുക്ക് മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് ആ സബ്സ്ക്രൈബേഴ്സ്, വ്യൂവേഴ്സ്, വാച്ച് ടൈം അല്ലാതെ വേറൊരു പേജ് കൂടെ വരും. അവിടെ ആ ഡാഷ്ബോർഡിൽ ഫ്രണ്ടിൽ എസ്റ്റിമേറ്റ് റവന്യൂ, അവിടെ നമുക്ക് $10 കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ID വെരിഫിക്കേഷൻ വരുന്നത്. കൂടുതൽ ആൾക്കാർക്കും പ്രശ്നം വരുന്നത് ഈ ID വെരിഫിക്കേഷൻ സമയത്ത് ID വെരിഫിക്കേഷൻ ഫെയിൽഡ് ആയി പോകും. അങ്ങനെയുള്ള ആൾക്കാർ കൂടുതൽ നമ്മളെ സമീപിക്കും, ചേട്ടാ എന്ത് ചെയ്യും, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, പരമാവധി ഗൂഗിളിൽ മെയിൽ അയച്ച് നോക്കും, റെഡി ആയി കിട്ടുമോ, റെഡി ആയിട്ടില്ലെങ്കിൽ ആ ഒരു ആൻസൻസ് അത്രയും ഡോളറും കാര്യങ്ങളൊക്കെ പോകും, കിട്ടിയ ഡോളറൊക്കെ പോകും, ക്ലോസ് ചെയ്തിട്ട് പുതിയ ആൻസൻസ് ക്രിയേറ്റ് ആക്കിയിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസൻസ് ക്രിയേറ്റ് ആക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പാൻ കാർഡിൻ്റെ മുകളിലുള്ള കറക്റ്റ് പേര് കൊടുക്കാൻ നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾ മുന്നോട്ട് ടാക്സ് കൊടുക്കുന്ന സമയത്ത് ആ ടാക്സ് അപ്രൂവ് ആയി കിട്ടൂല, അങ്ങനത്തെ പ്രശ്നമുണ്ട്. പിന്നെ ചില ആൾക്കാരുണ്ട്, എന്തിനാടാ ചേട്ടാ ഈ ടാക്സ് കൊടുക്കുന്നത്, ഞാൻ ഇങ്ങനെ മാത്രം എനിക്ക് അത്ര വരുമാനവും കാര്യങ്ങളൊന്നും, ഞാൻ അതിന് ഇതിനകത്ത് ടാക്സ് കൊടുക്കുന്നത്, എനിക്ക് ടാക്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ യൂട്യൂബിൻ്റെ അകത്ത് നമുക്ക് വരുമാനം കയ്യിലോട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ടാക്സ് ഇൻഫർമേഷൻ ചില ചാനലുകൾക്ക് ഇന്ത്യ ടാക്സ് കൊടുക്കണം, പിന്നെ അത് യുണൈറ്റഡ് ടാക്സ് നിർബന്ധമായിട്ട് നമ്മൾ കൊടുത്തിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മളിത് എന്ത് ചെയ്തു, നമ്മൾ മോണിറ്റൈസേഷൻ കിട്ടി, നമ്മൾ ID വെരിഫിക്കേഷൻ കൊടുത്തു, ID വെരിഫിക്കേഷൻ ചെയ്തെന്ന് കൊടുക്കുക. പിന്നെ വരുന്നത് അഡ്രസ് വെരിഫിക്കേഷൻ ആണ്. ഓക്കെ, ഇപ്പോൾ ഫർസോൺ ആപ്ലിക്കേഷൻ വഴിയൊക്കെയാണ് വെരിഫിക്കേഷൻ ചെയ്യുന്നതെങ്കിൽ നമുക്ക് അഡ്രസ് വെരിഫിക്കേഷൻ്റെ ആവശ്യമില്ല. ഫേസ് വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ ലെറ്റർ വരേണ്ട കാര്യമില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ID വെരിഫിക്കേഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ, ID വെച്ചിട്ടാണ് വെരിഫിക്കേഷൻ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഗൂഗിളിൻ്റെ ലെറ്റർ വരും പോസ്റ്റലായിട്ട്, നമുക്ക് ഒരു ആൻസൻസ് ലെറ്റർ, ഒരു അഭിമാനമുള്ള കാര്യമാണ് അല്ലേ. എനിക്ക് ഭയങ്കര അഭിമാനമായിരുന്നു, കാരണം പോസ്റ്റ് ഓഫീസിൽ ആൻസൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗൂഗിൾ ആൻസൻസ് എന്ന് പറഞ്ഞാൽ ഗൂഗിൾ ലെറ്റർ നമ്മുടെ വീട്ടിലോട്ട് വരിക. എന്തൊരു സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഫസ്റ്റ് ടൈം കിട്ടിയപ്പോൾ. അപ്പോൾ ആൻസൻസിൽ ലെറ്റർ വരുന്നു, നമ്മളത് കവർ പൊട്ടിക്കുമ്പോൾ ഒരു 6 നമ്പർ ഉണ്ടാവും, ഒരു നമ്പർ അത് അവിടെ അടിച്ചു കൊടുക്കുമ്പോഴാണ്, ആൻസൻസിൽ കയറി അടിച്ചു കൊടുക്കുമ്പോഴാണ് നമുക്ക് അഡ്രസ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആകുന്നത്. അതിന് ശേഷം നമുക്ക് വരുന്നതാണ് ടാക്സ് ഇൻഫർമേഷൻ കൊടുക്കാം. അപ്പോൾ ടാക്സ് ഇൻഫർമേഷൻ ഫസ്റ്റ് വേണമെങ്കിൽ കൊടുക്കാം, എന്നാലും ID വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം കൊടുക്കുന്നതാണ് ബെറ്റർ. അപ്പോൾ നമ്മൾ ടാക്സ് ഇൻഫർമേഷൻ കൊടുക്കുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ പാൻ കാർഡിന് മുകളിലുള്ള പേരും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുക. അഡീഷണൽ ഡോക്യുമെൻറ്റ് ചോദിക്കും, അതും പാൻ കാർഡായിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ടാക്സ് ഇൻഫർമേഷൻ അപ്രൂവ് ആയി കിട്ടിയ പിന്നെ നമുക്ക് ഏറ്റവും ലാസ്റ്റാണ് ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഏറ്റവും ലാസ്റ്റാണ് നമുക്ക് ആഡ് പേയ്മെൻറ്റ് മെത്തേഡ് എന്നൊരു ഓപ്ഷൻ വരണം. അത് പെട്ടെന്ന് കൊടുക്കാനാകത്തില്ല. എല്ലാ മാസവും 10-ാം തീയതിയാണ് നമുക്ക് ആൻസൻസിലേക്ക് ഡോളർ കയറുന്നത്. നമുക്ക് കിട്ടുന്ന ഓരോ മാസത്തെ റവന്യൂ നമുക്ക് ആൻസൻസിലോട്ട്, യൂട്യൂബിനകത്ത് സ്റ്റോർ ചെയ്യിക്കുന്ന റവന്യൂ എല്ലാ മാസവും 10-ാം തീയതിയാണ് നമുക്ക് ആൻസൻസിലോട്ട് കയറുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ 10-ാം തീയതി ആൻസൻസിലോട്ട് കയറി കഴിഞ്ഞാലാണ് നമുക്ക് ആഡ് പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞ പുതിയൊരു ഓപ്ഷൻ വരും. അവിടെ നമുക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റും. അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, ബാങ്കിൻ്റെ പേര്, ബാങ്ക് ഹോൾഡറുടെ നെയിം, സ്വിഫ്റ്റ് കോഡ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കാൻ വേണ്ടി വേണ്ടത്. ഓക്കെ, സ്വിഫ്റ്റ് കോഡ് എന്ന് പറയുന്നത് കുറേ കാര്യം ചോദിക്കും, ഇതെന്താ സ്വിഫ്റ്റ് കോഡ്? സ്വിഫ്റ്റ് കോഡിൻ്റെ എന്ന് വെച്ചാൽ നമുക്ക് ഓരോ ബ്രാഞ്ചിനും ഓരോ സ്വിഫ്റ്റ് കോഡ് ഉണ്ടാവും. നാഷണലൈസ്ഡ് ബാങ്ക് മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഈ കാനറ ബാങ്ക്, ഫെഡറൽ ബാങ്ക്, SBI, അതായത് കൂടുതൽ ആൾക്കാരും ചില ആൾക്കാരൊക്കെ ഗ്രാമീൺ ബാങ്ക് തരും. ഗ്രാമീൺ ബാങ്ക് നമുക്ക് കൊടുക്കാം, അതിൻ്റെ അകത്ത് അവർ സ്വിഫ്റ്റ് കോഡ് തരുക, കാനറ ബാങ്കിൻ്റെ സ്വിഫ്റ്റ് കോഡ് ആയിരിക്കും തരുന്നതെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തു, നമ്മളെല്ലാം ക്ലിയർ ആക്കിയതിന് ശേഷം പിന്നെ നമുക്ക് 21-ാം തീയതി $100 കംപ്ലീറ്റ്. നമ്മൾ ആൻസൻസിൽ ഓരോ മാസം 10-ാം തീയതി ഡോളർ കയറിയെന്ന് കൂട്ടിക്കോ. ചില ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ ഫസ്റ്റ് മാസം തന്നെ നല്ല രീതിയിലുള്ള റവന്യൂ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടും. നമുക്ക് $100 ആൻസൻസി കംപ്ലീറ്റ് ആകുമ്പോഴാണ് നമുക്ക് അക്കൗണ്ടിലേക്ക് പൈസ ക്രെഡിറ്റ് ആവുള്ളൂ. അത് 21-ാം തീയതി, എല്ലാ മാസം 21-ാം തീയതിയാണ് $100 കംപ്ലീറ്റ് ആയാലും ആൻസൻസിൽ നമുക്ക് മെയിൽ വരും. പേയ്മെൻറ്റ് സെൻഡ് എന്ന് പറഞ്ഞ് മെയിൽ കാണിക്കും. ഈ ഒരു പേയ്മെൻറ്റ് സെൻഡ് മെയിൽ വരണമെന്ന് നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ ടാക്സ് ഇൻഫർമേഷൻ കൊടുത്തിരിക്കണം, എന്നാലേ നമുക്ക് പേയ്മെൻറ്റ് സെൻഡ് ആകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ പേയ്മെൻറ്റ് സെൻഡ് മെയിൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമുക്കൊരു 6-7 പേയ്മെൻറ്റ് സെൻഡ്. കുറേ ആൾക്കാരുണ്ട്, എനിക്ക് പേയ്മെൻറ്റ് സെൻഡ് എന്ന് കാണിച്ചു, പക്ഷേ എൻ്റെ അക്കൗണ്ടിൽ പൈസ കയറിയിട്ടില്ല ചേട്ടാന്ന് പറയും. പൈസ കയറണമെന്നുണ്ടെങ്കിൽ ഒരു 6 ബിസിനസ് ഡേയ്സ്, പണ്ടൊക്കെ 6 ആയിരുന്നു, ഇപ്പം 15 ബിസിനസ് ഡേയ്സ് ആണ് നമുക്ക് കാണിക്കുന്നത്. പേയ്മെൻറ്റ് സെൻഡ് എന്ന മെയിൽ അതിൻ്റെ അകത്ത് തന്നെ കാണിക്കും. പേയ്മെൻറ്റ് സെൻഡ് ചെയ്ത് 15 ബിസിനസ് ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ ക്രെഡിറ്റ് ആയിട്ട് നിങ്ങൾ അടുത്തുള്ള നിങ്ങളുടെ ബാങ്കുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ ഒരു മെയിൽ വരും. ഓക്കെ, പൈസ ക്രെഡിറ്റ് ആയിക്കോളും. എന്തെങ്കിലും വിഷയമുണ്ടോ നിങ്ങൾ ബാങ്കിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പേയ്മെൻറ്റ് ID കിട്ടും അതിൻ്റെ അകത്തുനിന്ന്. അങ്ങനെ പേയ്മെൻറ്റ് ID വെച്ചിട്ട് ബാങ്കിൽ പോയി ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും. അവർ പൈസ വരുന്നുണ്ടെന്ന് പറയും, ചെക്ക് ചെയ്ത് തരും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് യൂട്യൂബ് ചാനലുമായിട്ട് നമ്മളൊരു സ്റ്റാർട്ടിങ് തൊട്ട് അവസാനം വരെയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ രണ്ടാമതൊന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, വേറെ പറഞ്ഞുകൊണ്ടല്ല, കുറേ പേർക്ക് എന്നോട് ദേഷ്യം ഉണ്ടാവും. കാരണം വെച്ചാൽ ഇങ്ങനെ പറയുന്നതിന് നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് ചോദിക്കും. പക്ഷെ അതല്ല, നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ സക്സസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ സംഭവമാണ് എന്ന് വിചാരിച്ചിരുന്നിട്ട് യാതൊരു കാര്യമില്ല. മറ്റുള്ളവർക്ക് നമ്മൾ ചിന്തിക്കുക, നമ്മൾ നല്ലതാണെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്കും കൂടെ നല്ലതാണെന്ന് തോന്നണം. കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ചാനൽ സക്സസ് ആകും. അല്ലെങ്കിൽ ഞാൻ കുറേ സുന്ദരനാണ്, ഞാൻ കുറേ സുന്ദരിയാണ്, ഞാൻ കുറേ വലിയ വലിയ സംഭവമാണ് എന്ന് വിചാരിച്ചിട്ട് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ ക്ഷമ എന്ന് പറഞ്ഞ സാധനം നമ്മുടെ യൂട്യൂബിൻ്റെ കാര്യത്തിൽ നല്ലോണം വേണം.
ഞാനായിക്കോട്ടെ, ഞാനിപ്പം യൂട്യൂബിനകത്ത് എനിക്കൊന്ന് 4-5 കൊല്ലമായി ഇപ്പം നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ അത് യൂട്യൂബ് കൊണ്ട് മാത്രമാണ് കൂടുതലുമായിട്ടോ. കാരണം ഞാൻ വീടുണ്ടാക്കിയതും എൻ്റെ കാറ് വാങ്ങിയതൊക്കെ ഞാൻ യൂട്യൂബ് ലൈഫും കൊണ്ടാണ്. അതേപോലെ തന്നെയാണ് മറ്റുള്ള യൂട്യൂബേഴ്സൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവരൊക്കെ ഒരുപാട് കാലത്തെ കഷ്ടപ്പാട് കൊണ്ടാണ് അവർ നിലനിൽക്കുന്നത്. അല്ലാണ്ട് 1, 2, 3 ദിവസം നമ്മുടെ ചാനൽ തുടങ്ങി വീഡിയോ ഇട്ടിട്ട് പെട്ടെന്ന് കയറിയിട്ട് സക്സസ് ആയ ആൾക്കാരല്ല അതിനകത്തുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടാവും, യൂട്യൂബിൽ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ എങ്ങനെയായാലും ഏത് ആപ്ലിക്കേഷൻ എത്തായാലും സക്സസ് ആണെന്നുണ്ടെങ്കിൽ നല്ല ക്ഷമ വേണം. പെട്ടെന്ന് കയറി ക്ലിക്ക് വരിക. നിങ്ങൾ നല്ല കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ചെയ്യാൻ നോക്കുക. ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോ ചെയ്യാൻ നോക്കുക. നല്ല പരമാവധി നമ്മളെ കൊണ്ട് പറ്റുന്ന വീഡിയോ ക്വാളിറ്റി, ഓഡിയോ ക്വാളിറ്റി കൊടുക്കാൻ നോക്കുക. അപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ എന്താണ് ഇത്ര വലിയ ഒന്നുമില്ല, കുറഞ്ഞ യൂട്യൂബേഴ്സൊക്കെ ഉള്ളൂ. അപ്പം കാണാൻ ഒരുപാട് പേരുണ്ട്. ഇപ്പം നമ്മൾ കാണാനുള്ള ആൾക്കാരെക്കാളും കൂടുതലായിട്ട് യൂട്യൂബേഴ്സാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് കയറി വരാൻ കുറച്ച് പണിയാണ്. എന്നാലും നമ്മൾ കയറി വരും. നമ്മൾ കഴിവുള്ള ആൾക്കാരാണ്, ഉറപ്പായിട്ടും കയറി വരും. കഷ്ടപ്പെട്ടാൽ മാത്രമേ വിജയം കിട്ടത്തുള്ളൂ. അപ്പോൾ എന്തായാലും അടുത്ത ദിവസം വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാണ് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്ത ദിവസം വീഡിയോ കാണാം. ബൈ.